നാം ആരുടെയെങ്കിലും തെറ്റുകൾ അനുഭവിച്ചതോ കേട്ടതോ ക്ഷമിക്കാൻ തയ്യാറാകാതെ വരുമ്പം ആ തെറ്റുകളെ ഞാൻ എൻ്റെ ഉള്ളെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ക്ഷമിക്കുമ്പോഴാണ് ആ അഴുക്കലിന്ന് പോകുന്നത്. ക്ഷമിക്കാത്തടത്തോളം കാലം ഒരു തെറ്റ് മറ്റുള്ളവർ നമ്മോട് ചെയ്തതാണെങ്കിൽ പോലും ആ തെറ്റ് നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുക. മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തിന്മ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ നീങ്ങുമ്പം ആ തിന്മ ഞാൻ എൻ്റെ അകത്ത് വെച്ചോണ്ട് നടക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 83ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5ാമത്തെ യാചനയിലാണല്ലോ നമ്മൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതേക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇതൊരു കൂട്ടിക്കെട്ടിയ യാചനയാണിത്. ദൈവത്തിൻ്റെ ക്ഷമയും സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ക്ഷമയും. അതിൻ്റെ കാരണം നമ്മൾ കാണുകയുണ്ടായി. ഓരോ പാപത്തിൻ്റെയും 2 മാനങ്ങൾ. ഇവിടെ നമ്മൾ കണ്ട് ഓരോ പാപവും കടം വരുത്തി വെക്കുന്ന ഒരു അനുഭവമുണ്ട്. പിശാച് നമ്മുടെ മേലെ അവകാശം കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ പണയപ്പെടുത്തുന്ന പോലത്തെ ഒരു അപകടം ഉണ്ടാകുന്നുണ്ട്. അവിടെ കടം എന്ന വാക്ക് വരുന്നത്. ഇവിടെ നമ്മൾ കാണുകയുണ്ടായി ഓരോ പാപത്തിലും ബന്ധനത്തിന്റെ അവസ്ഥയുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാപത്തിന് മോചനം നമ്മൾ പ്രാപിക്കുമ്പോൾ 2 കാര്യങ്ങളിൽ തിന്മ മാറുന്നു. നമുക്ക് പെട്ടെന്ന് നിരീക്ഷിക്കാൻ പറ്റുന്നു. ഒന്ന്, നമ്മുടെ കടങ്ങൾ വീടുന്നു, പിശാചിന് പണയപ്പെടുത്തിയ അവസ്ഥ വിട്ടുമാറുന്നു. 2, ബന്ധിക്കപ്പെട്ട അവസ്ഥ വിട്ടുമാറി പിശാചിന്റെ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു മാറുന്നു. അങ്ങനെ വിടുതലിലേക്ക് വന്നിട്ട് നമ്മൾ ദൈവപുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ നമ്മൾ സഹോദരനോട് ക്ഷമിക്കാതിരിക്കുമ്പം പാവം വഴി നമുക്ക് കിട്ടിയ 2 വിടുതലുകളും അല്ലെങ്കിൽ ശുദ്ധീകരണ അനുഭവം, സ്വാതന്ത്ര്യ അനുഭവം 2 നമുക്ക് നഷ്ടമായി പോവുകയാണ്. നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം. ലൂക്കായുടെ സുവിശേഷം 15ാമത്തെ അധ്യായത്തിൽ 30ാമത്തെ തിരുവചനത്തിൽ ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠനോട് അപ്പൻ പുറത്തിറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന രംഗം അറിയാമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠൻ അനുജനെ കുറിച്ച് പറയുന്ന ചില കമൻറ്റുകൾ അവിടെ ഈശോ വ്യക്തമാക്കുന്നുണ്ട്. 30ാമത്തെ വാക്യത്തിൽ ആ ജ്യേഷ്ഠൻ അനുജനെ കുറിച്ച് പറയുകയാണ്, എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ അനുജൻ പോയി ചെയ്ത വൃത്തികേടുകൾ ഈ ജ്യേഷ്ഠന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2 എണ്ണി പറയുകയാണ്. ഒന്ന്, ധൂർത്തടിച്ചു, പണമെല്ലാം ധൂർത്തടിച്ചു. അപ്പുറത്തവൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ തന്നില്ല, എന്നിട്ട് ഇപ്പം നീ അവൻ തിരിച്ചു വന്നപ്പോൾ കൊടുത്ത കാളക്കുട്ടിയെ കൊന്നു. അപ്പോൾ നിന്റെ സ്വത്ത് ഞാൻ എന്തുമാത്രം ദാസ്യവേല പോലെ ചെയ്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ സ്വത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിന്റെ ഈ അനുജൻ, നിന്റെ ഈ മകൻ, എൻ്റെ അനുജൻ, അവന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ചു. അതിൻ്റെ വെറുപ്പ് വിദ്വേഷം കൊണ്ട് കിടക്കുകയാണ്. 2ാമത്, വേശ്യകളുടെ പോയി ജീവിച്ചുവെന്ന് ഈ ജ്യേഷ്ഠൻ പറയുന്നു. അതൊരു പക്ഷേ സത്യമായിരിക്കാം, പക്ഷെ അതേക്കുറിച്ച് വേറെ ഒരിടത്തും പറയുന്നില്ല. അവൻ എൻ്റെ നാട്ടിൽ പോയി ധൂർത്തടിച്ചു, കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠൻ്റെയും അപ്പൻ്റെയൊക്കെ ചെവിയിൽ ഇവരിങ്ങനെ വേശ്യകളോട് ജീവിക്കുക എന്നുള്ളതൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവൻ്റെ ഉള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അനുജൻ ധൂർത്തനായി പോയവൻ അനുതപിച്ച് തിരിച്ചു വന്ന് അപ്പൻ്റെ കാൽക്കൽ വീണ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞ പോലെ പാപം ഏറ്റു പറയുമ്പം സ്വർഗത്തിനെതിരെ അങ്ങേക്കെതിരെ 2 മാനങ്ങൾ വന്നു കഴിഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ 2 മേഖല അപ്പൻ്റെ ക്ഷമിക്കലോടുകൂടെ അവർ കിട്ടുന്ന വിടുതൽ, സ്വർഗത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള മോചനം, അപ്പൻ്റെ ഭാഗത്തുനിന്ന്, ഭൂമിയിലെ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് വിടുതൽ, അത് കിട്ടുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അവനെതിരായി നിന്ന കടങ്ങളെല്ലാം വീടി പിശാചിന്റെ അവകാശം തീർന്നു. അവൻ്റെ കെട്ടുകളും അഴിയുകയാണ്. ഈ പാപങ്ങളെല്ലാം ദൂരെ കളഞ്ഞു, അപ്പന് ദൂരെ കളഞ്ഞു. എന്നിട്ട് ആ മോൻ അകത്ത് കയറി അപ്പൻ്റെ കൂടെ ആയിരിക്കുകയാണ്. നല്ല ഉടുപ്പുമൊക്കെ ധരിച്ച് വിരുന്നിന് റെഡിയായിട്ട് അപ്പൻ്റെ സീറ്റിന് ഇപ്പോഴത്തെ കസേര ആകുമ്പോൾ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൂത്തവൻ പുറത്ത് നിൽക്കുന്നത്. അവൻ തിരിച്ചു വരുന്നു. ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ജോലി സ്ഥലത്ത് വരുമ്പം അവൻ വരാൻ വേണ്ടി അപ്പം കാത്തു നിൽക്കുക വാസ്തവത്തിൽ.
അനുജനും ചേട്ടനെ കാണാനൊരു ആകാംക്ഷയിൽ ഇപ്പോൾ ഹൃദയമെടുപ്പുണ്ട്, ഞടുക്കമുണ്ട്, ഉത്കണ്ഠയുണ്ട്. എന്നാലും അവനും ആകാംക്ഷ കാത്തിരിക്കുക ചേട്ടൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴും ചേട്ടൻ വരുന്നു. പക്ഷെ വരുമ്പോഴേ പാട്ടും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ജോലിക്കാർ വിവരം അന്വേഷിക്കുന്നു, വിവരം അറിയുന്നു. അപ്പോഴങ്ങനെ അകത്ത് പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ട് അകത്ത് പ്രവേശിക്കാത്തത്? ആരെങ്കിലും വീടിൻ്റെ കഥ അടച്ചിട്ടോ? ഇല്ല. അവനകത്ത് കയറിയിരുന്ന അപ്പൻ പുറത്ത് ആളെ വിട്ട് പറഞ്ഞോ? അല്ലെ അപ്പൻ തന്നെ പറഞ്ഞോ? ഇല്ല. മറിച്ചാണ് തുറന്നിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ഒരു കേടാൻ പറ്റുന്നില്ല. അപ്പം അപ്പം പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരുന്നു, സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? ഈ അനുജൻ ധൂർത്തൻ ഉപേക്ഷിച്ച് കളഞ്ഞതായ ഈ വൃത്തികേടുകൾ ഈ ജ്യേഷ്ഠൻ ഇപ്പോഴും തൻ്റെ ഉള്ളിൽ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പുറത്ത് പോയിച്ചിട്ട് പെരയ്ക്കകത്തോട്ട് കയറാനായിട്ട് വരുമ്പം കുറേ കമ്പും കോലും മരത്തിൻ്റെ ചില്ലകൾ വെട്ടിയിട്ടതെല്ലാം വഴി കിടക്കുന്നത് എടുത്തിട്ട് അത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുക, വിലങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുക നീളത്തിൽ. അങ്ങനെ പിടിച്ചോണ്ട് അതുമായിട്ട് നമ്മൾ പെരയ്ക്കകത്തോട്ട് കയറാൻ വന്നാൽ ഈ 2.5 അടി 3 അടി വീതിയുള്ള വാതിലിലൂടെ 5-6 അടി നീളത്തിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന മരക്കൊമ്പുകളുമായിട്ട് നമുക്ക് കയറാൻ പറ്റുമോ? കയറത്തില്ല. ഈ നമ്മൾ കളഞ്ഞെങ്കിലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ഈ അനുജൻ്റെ ഈ വൃത്തികേടുകൾ രണ്ടെണ്ണം എന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ, അത് ഇങ്ങനത്തെ അകത്ത് കയറ്റത്തില്ലാത്ത കാര്യങ്ങളാണ്. ഈ മരക്കൊമ്പുകളോട് പെരയ്ക്കകത്ത് കയറാൻ പറ്റിയല്ലെന്ന് പറഞ്ഞവർ തന്നെയാണ് പാപത്തിൻ്റെ ഈ പറഞ്ഞ തടസ്സപ്പെടുന്ന സാന്നിധ്യങ്ങളുമായിട്ട് അപ്പൻ്റെ ഭവനത്തേക്ക് കയറാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അനുജൻ അതെല്ലാം പുറത്ത് വെച്ച് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ അനുജൻ കളഞ്ഞ കമ്പുകളാണ് ഇപ്പം ചേട്ടനെടുത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പം എന്നാ സംഭവിച്ചു? അനുജൻ ഈ കമ്പെല്ലാം കളഞ്ഞിട്ട് അകത്ത് കയറി അപ്പൻ്റെ കൂടെ ആയി. അനുജൻ കളഞ്ഞ കമ്പെല്ലാം എടുത്തു പെറുക്കി ചേട്ടൻ പുറത്ത് നിൽക്കുന്നു. എത്രയോ ഒരു വിചിത്ര അവസ്ഥയാണ്. നോക്കിക്ക്, വൃത്തികേട് കാണിച്ചത് അനുജൻ, ഇപ്പൊ പുറത്ത് നിൽക്കുന്നത് ഒരു പാപവും ചെയ്യാത്ത ചേട്ടൻ. ഇതാണ് നമ്മൾ ക്ഷമിക്കാതെ ആരെപ്പറ്റിയെങ്കിലും ആരുടെയും തെറ്റുകൾ ഓർത്ത് ക്ഷമിക്കാതെ നീങ്ങുമ്പോൾ സംഭവിക്കുന്നത്. നാം ആരുടെയെങ്കിലും തെറ്റുകൾ അനുഭവിച്ചതോ കേട്ടതോ ക്ഷമിക്കാൻ തയ്യാറാകാതെ വരുമ്പം ആ തെറ്റുകളെ ഞാൻ എൻ്റെ ഉള്ളെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ക്ഷമിക്കുമ്പോഴാണ് ആ അഴുക്കലിന്ന് പോകുന്നത്. ക്ഷമിക്കാത്തടത്തോളം കാലം ഒരു തെറ്റ് മറ്റുള്ളവർ നമ്മോട് ചെയ്തതാണെങ്കിൽ പോലും ആ തെറ്റ് നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുക. കുപ്പിച്ചില് കാലെ തറച്ച് കയറി അയൽക്കാരെ മനഃപൂർവ്വം നമുക്കിട്ട് പണി വെച്ചതാണ്. വഴിയിൽ നടക്കുന്ന വഴിയിൽ കൊണ്ട് കുപ്പി പൊട്ടിച്ചു കൊണ്ട് തറച്ച് നാട്ടു നിർത്തി നമ്മളത് കയറി ചവിട്ടി അറിയാതെ നടന്നു പോയപ്പം അത് കാലിൽ തറഞ്ഞ് കയറി. അപ്പോൾ ആ കുപ്പിച്ചില് ഒരാൾ പറയാ, ഇത് അവൻ എനിക്കിട്ട് മനഃപൂർവ്വം വെച്ച, ഞാനിതെടുത്ത് കളയല, കാരണം അവന് മനഃപൂർവ്വം വെച്ചതാ എന്നുള്ള ചാട്ടി പിടിച്ചുകൊണ്ട് അവനകത്ത് കാല് കുപ്പിച്ചില് തറഞ്ഞ് കാലുമായിട്ട് ഇങ്ങനെ നിരത്ത് വീണ് കിടന്നാൽ ശരിയാണ്, മറ്റവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ഇവന് തെറ്റും ചെയ്തതല്ല. പക്ഷെ കുപ്പിച്ചില് തറഞ്ഞിരിക്കുന്നത് എൻ്റെ കാലേല, ഇവൻ്റെ കാലേല. അത് എടുത്ത് കളഞ്ഞ് ഇവൻ തയ്യാറായേ പറ്റൂ. അതിന് പൈസത്തിന് പോകേണ്ടി വരും, പൈസ മുടക്കേണ്ടി വരും, ഒരു ദിവസങ്ങൾ കിടക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിലേ ഈ കുപ്പിച്ചില് പോകുള്ളൂ. അല്ലെങ്കിൽ കുപ്പിച്ചില് ശരിയാ മറ്റവനാ വെച്ചത്, പക്ഷെ എൻ്റെ കാലം തറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തിന്മ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ നീങ്ങുമ്പം ആ തിന്മ ഞാൻ എൻ്റെ അകത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. കുപ്പിച്ചില് ഊരിക്കളയാതെ വെച്ച് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ അനിയൻ്റെ വൃത്തികേട് മനസ്സിൽ വെച്ചിട്ട് അതുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് തമ്പുരാൻ്റെ പക്കൽ കയറാൻ പറ്റിയല്ല. നമ്മൾ ക്ഷമിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂടെ മനസ്സിലാക്കണം, പൊറുക്കാതിരിക്കുക എന്ന് പറയുന്നത് വെറുപ്പാണ്. വെറുപ്പ് കയറി ഈ ചേട്ടനെ പറഞ്ഞ വാക്കുകളതല്ലേ, ഇവൻ ഈ കുരുത്തങ്ങളെല്ലാം കാണിച്ചിട്ട് വേശ്യകളോട് ജീവിച്ചു, തൂർത്തടിച്ചു, എന്നിട്ട് വന്നിരിക്കുക. അപ്പോൾ അത് ക്ഷമിച്ചിട്ടില്ല, അതവൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ക്ഷമിക്കാത്ത തിന്മ വെറുപ്പിൻ്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. വെറുക്കുന്നവൻ കൊലപാതകയാണ്, ഇല്ലേ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ-15-ാം വാക്യം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, അവനിൽ നിത്യജീവൻ വസിക്കുകയില്ല, ജീവനില്ല. അവൻ കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനുമാണ്, മരിച്ചു വീഴുന്നവനാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തില് 44-ാമത്തെ തിരുവചനത്തിൽ ഈശോ തൻ്റെ ചുറ്റും നിൽക്കുന്ന യഹൂദരെ നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ്. അവനായിട്ട് ആദ്യം തന്നെ കൊലപാതകയാന്ന് പറയുന്നു. അവിടെ കൊലപാതകത്തെക്കുറിച്ച് പറയാൻ ഇടവരുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഈ യഹൂദർ അവിടെ പിശാചിൻ്റെ സ്വഭാവം, കൊലപാതകം എന്താ ചെയ്യാൻ നോക്കിയത്?
8-ാമത്തെ അധ്യായത്തിൽ 44-ാം വാക്യമാണല്ലോ ഇത്. അത് തൊട്ട് മുൻപ് 37-ാം ഭാഗത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. ഇത് ബാക്കി സുവിശേഷന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് യഹൂദരിങ്ങനെ സാപത്തുകൾ തോറും അവൻ്റെ പുറകെ വന്നിരുന്നു, പരീക്ഷിക്കാൻ വേണ്ടി പല കാര്യം ചോദിച്ചിരുന്നു. ഇങ്ങനെ കെണിയപ്പെടുത്താൻ വേണ്ടി, വാക്കിൽപ്പെടുത്താൻ ഒക്കെ നോക്കുന്ന അനേക സംഭവങ്ങളുണ്ട്, കെണിപ്പെടുത്തി നശിപ്പിക്കാൻ. പിന്നെ നേരെ കൊല്ലാൻ തന്നെ നോക്കുന്ന സംഭവങ്ങൾ പലത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൂക്ക 4 യെശയ്യാ 61 വായിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സ്വന്തം നാട്ടിലെ ഇടപെടൽ വഹിക്കാനും അത് ചിലപ്പോൾ അവരവരെ കൊല്ലാൻ കൊണ്ടുപോയെന്നാണ്, കൊല്ലാനായിട്ട് കൊണ്ടുപോയ ശേഷം കടന്നുപോയി. ഇപ്പം ഈ യോഹന്നാൻ 8 നമ്മൾ വായിച്ചു വരുമ്പോഴും ഈ അധ്യായത്തിൻ്റെ അവസാന വാക്യം 59-ാം വാക്യം, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു, യേശു അവരിന്ന് മറിഞ്ഞത് അവരിന്ന് പുറത്തു പോയി. പുറമേ അവർ വന്ന് ഈശോ പக்கம் നിൽക്കുന്നതിന് പുഞ്ചിരിയോടെയാണ്, ആദരവോടെയാണ്, ഭവ്യതയോടെയാണ്, നീ അല്ല നന്നായി പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഉള്ളിൽ എങ്ങനെയാണ് ഇവനെ ഒന്ന് നശിപ്പിക്കണം നോക്കി നടക്കുകയാണ്. വെറുപ്പാണ്. വെറുപ്പ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരെ ഈശോ വിശേഷിപ്പിച്ചത് പിശാചന്റെ സന്തതികളാണ് എന്നുള്ളതാണ്. അപ്പം ഈ ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ അനുജന്റെ തെറ്റുകളെ ഓരോന്ന് മനസ്സിലോർത്തുകൊണ്ട് വെറുപ്പ് വെച്ചുകൊണ്ട് നിൽക്കുമ്പം കൊലപാതകത്തിന്റെ അവസ്ഥയിലാണ്, പിശാചന്റെ സന്തതിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവനകത്ത് കയറി വരാൻ പറ്റുന്നില്ല, അതിന് കൂട്ടായ്മയില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും അതിനൊരു വ്യവസ്ഥ ഇങ്ങനെ ഈശോ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, സഹോദരങ്ങളുടെ തെറ്റുകൾ ഞാൻ അവരോട് ക്ഷമിക്കുന്നത് പോലെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. കാരണം ദൈവം എപ്പോഴും ക്ഷമിക്കുന്നവനാണ്. നമ്മളതേപ്പറ്റി നേരത്തെ കണ്ടു കഴിഞ്ഞു. ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠന്റെ ഈ അനുഭവം ഈശോ ഭൂമിയിൽ വരച്ച് കാണിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ക്ഷമ പ്രാപിക്കാൻ എത്ര അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വർഗ്ഗത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിയുമ്പം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. മത്തായി 6-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞിട്ട് ഈശോ ആ പ്രാർത്ഥനയെ പഠിപ്പിച്ച ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ കണ്ടു. മത്തായി 6-14-15 വാക്യങ്ങളിൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, മറ്റുള്ളവർ നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റ് ക്ഷമിക്കുകയില്ല. ഒറ്റ കാര്യം തന്നെയാണത്. ക്ഷമിക്കുമെങ്കിൽ പോസിറ്റീവായിട്ട് പറഞ്ഞു, ക്ഷമിക്കുകയില്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറഞ്ഞു. ഇത്ര ആവർത്തിച്ച് ഇങ്ങനെ അടിവരയിട്ടിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിയുന്നുണ്ട്. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ വെറുപ്പാണ്. സാത്താൻ നമ്മൾ ഇങ്ങനെ വെച്ചൊരു അവസരം കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുദപിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് കിട്ടിയ പാവമോചനം വഴി കിട്ടിയ വിടുതൽ, അതിന് സാത്താൻ നാണം കെട്ട് പാപത്തിൻ്റെ കടപ്പത്രം എല്ലാം മാഞ്ഞു പോയി നമ്മുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്നത് കണ്ട് സാത്താൻ ഇങ്ങനെ എളിഫനായി വിഷമിച്ച് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വേറെ ആളെ തെറ്റ് ക്ഷമിക്കാതെ വെറുപ്പും വിദ്വേഷമായിട്ട് നീങ്ങുമ്പോൾ സാത്താന് നേരെ എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും മറുവശത്തിന് പിടുത്തം കിട്ടി. അപ്പം അങ്ങനെ നമ്മളുടെ ദൈവം നൽകിയ ക്ഷമ വ്യർത്ഥമായി പോവുകയാണ്, വെറുതെ ആയി പോവുകയാണ്. വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നത് അത് ഒരു താക്കീതും ഒരു കാര്യം ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഇച്ചിരി ഭാഗത്തുനിന്ന്. അത് വാച്യ അർത്ഥത്തിൽ ശരിയല്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ പിതാവ് നമ്മൾ അങ്ങനെ നാം പൂജിതമാകണമേ എന്നുള്ള അപേക്ഷയുടെ വിചിന്തനത്തെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കണ്ടു. ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് കണ്ടു, ദൈവം സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളത് കണ്ടു, ദൈവസ്നേഹം മാത്രമാണെന്ന് കണ്ടു. അത് ദൈവക്ഷമ തന്നെയാണ്, കാരുണ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ക്ഷമിക്കുകയില്ല ദൈവം ഒരിക്കലും നിലപാടെടുക്കുകയല്ല. സംഭവിക്കുന്നത് എന്താണ്? ദൈവം നിരന്തരം സ്നേഹിക്കുന്നു. പക്ഷെ അവിടുത്തെ പക്കലേക്ക് നമ്മൾ ദൈവമേ എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു വരുമ്പോഴാണ് ആ സ്നേഹ അനുഭവം ആകുന്നത്. ഇതുപോലെ ദൈവം നിരന്തരം ക്ഷമിക്കുന്നു. പക്ഷെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ മാത്രമേ ആ ക്ഷമ നമുക്ക് സ്വന്തമാകുള്ളൂ. അങ്ങനെ സ്വന്തമാകുന്ന ക്ഷമ നമ്മൾ ആരുടെയെങ്കിലും വെറുപ്പ് വെച്ച് അവർ ക്ഷമിക്കാതിരിക്കുമ്പം എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വെറുപ്പ് കയറിയിട്ട് പിശാച് അവസരം കിട്ടുമ്പം ദൈവത്തിൻ്റെ പുത്രി ആയിരിക്കുന്ന അവസ്ഥ വീണ്ടും നഷ്ടപ്പെട്ടിട്ട് ഞാൻ സാത്താൻ്റെ അടിമയായിട്ട് മാറിപ്പോകുന്നു. ഈ ഒരു ഗൗരവമുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈശോ പഠിപ്പിച്ചതാണ്, നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടി ഇതേപോലെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെഷനിൽ ഒരുമിച്ചായിരിക്കാം. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും
പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.